റിപ്പോർട്ടുകളിലേക്ക്. ഷാർജയിൽ പുതിയ വിസയിലെത്തിയവർക്കും വിസ പുതുക്കുന്നവർക്കും വിസ സ്റ്റാമ്പ് ചെയ്യാനുള്ള വൈദ്യപരിശോധന ഫീസ് ഹെൽത്ത് അതോറിറ്റി കുറച്ചു. ഇവിടെ നിലവിൽ വൈദ്യപരിശോധനയും ഹെൽത്ത് കാർഡും ഉൾപ്പെടെയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഈടാക്കിയിരുന്ന ഫീസ് 800-ൽ നിന്ന് 295 ദിർഹമായാണ് കുറച്ചത്. ഒരാഴ്ച മുമ്പാണ് ഹെൽത്ത് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഫീസ് കുറച്ചതായി അറിയിപ്പ് വന്നതെന്ന് ടൈപ്പിംഗ് സെന്ററുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അറിയിച്ചു. വിസ സ്റ്റാമ്പ് ചെയ്യാൻ ഹെൽത്ത് കാർഡ് നിർബന്ധമില്ലാത്തതാണ് ഫീസ് കുറയാൻ കാരണം. എന്നാൽ ഹെൽത്ത് കാർഡ് ആവശ്യമുള്ളവർക്ക് പ്രത്യേക ആപ്ലിക്കേഷൻ വഴി ഫീസ് അടച്ചാൽ കാർഡ് ലഭിക്കുകയും ചെയ്യും. വിസ സ്റ്റാമ്പ് ചെയ്യാനുള്ള വൈദ്യപരിശോധനാ ഫീസ് ഷാർജയ്ക്ക് പുറമെ റാസൽ ഖൈമയിലും കുറച്ചു. 800-ൽ നിന്ന് 300 ദിർഹമായാണ് ഇപ്പോൾ ഫീസ് കുറച്ചിരിക്കുന്നത്. ദുബായിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് പ്രദർശനത്തിൽ തിരക്കേറുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ പ്രദർശനങ്ങളിൽ ഒന്നായ ഗൾഫ് ഫുഡിൽ 10,000-കണക്കിന് പേരാണ് എത്തുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് പ്രദർശനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ലോകത്തെ 120 രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യോൽപ്പന്ന നിർമ്മാതാക്കൾ മേളയിൽ സജീവമായി പങ്കെടുക്കുന്നു. 5000-ലധികം അന്താരാഷ്ട്ര കമ്പനികൾ ഗൾഫ് ഫുഡിലെത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഗൾഫ് ഫുഡ് എക്സിബിഷൻ എന്ന് മേളയിലെത്തിയവർ പറഞ്ഞു. പുതിയ അവസരങ്ങളാണ് ഭക്ഷ്യോൽപ്പന്ന നിർമ്മാതാക്കൾക്ക് മുന്നിലുള്ളത്. ഗൾഫ് ഫുഡ് എല്ലാ വർഷവും ഇതിൻ്റെ പാർട്ട്ണർഷിപ്പ് കൂടുതലായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഈ വർഷം വളരെ പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ടാണ് കാണുന്നത്. ഈ വർഷം ഇപ്പോൾ ലോങ് ലൈഫ് മിൽക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൾഫ് ഫുഡിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തത്. ഇറ്റ്സ് ഡൂയിങ് ഗുഡ്. ഐ മീൻ റെസ്പോൺസ് ഈസ് വെരി ഗുഡ്. 117 പവലിയനുകൾ ഗൾഫ് ഫുഡിൽ ഒരുക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയ വ്യാപാരമേളയിലൊന്നായ ഗൾഫ് ഫുഡ് ഫെബ്രുവരി 25-ന് സമാപിക്കും. ടി ജമാലുദ്ദീൻ, ദുബായ്. സൗദിയിൽ നിയമലംഘനം നടത്തിയ 7 റിക്രൂട്ട്മെന്റ് കമ്പനികളുടെ ലൈസൻസ് തൊഴിൽ വകുപ്പ് റദ്ദാക്കി. അധികൃതരുടെ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തൊഴിലാളികൾക്ക് ലഭ്യമാക്കേണ്ട സൗകര്യങ്ങളിൽ വീഴ്ച വരുത്തുക, മറ്റ് കമ്പനികൾക്ക് തൊഴിലാളികൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതിരിക്കുക, വാഗ്ദാനം ചെയ്ത ശമ്പളം നൽകാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. കമ്പനികളുടെ കീഴിലുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് തൊഴിലാളികളിൽ നിന്ന് മൊഴിയെടുത്തതിനു ശേഷമാണ് അധികൃതർ അനുമതി റദ്ദാക്കിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾ പാലിക്കേണ്ട നടപടികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും എല്ലാവരെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും തൊഴിൽ വകുപ്പ് പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. ഈ രീതിയിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1911 എന്ന സൗജന്യ നമ്പറിലോ musan@mol.gov.sa എന്ന വെബ്സൈറ്റിലോ പരാതി നൽകണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. ദമാം ഇന്റർനാഷണൽ സ്കൂൾ മാനേജ്മെന്റ് അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുന്ന തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. സ്കൂൾ മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ കൂടുതൽ സംഘടനകൾ രംഗത്തെത്തി. നവോദയ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുഖാമുഖമാണ് രക്ഷിതാക്കളുടെ രോഷപ്രകടനത്തിന്റെ വേദിയായി മാറിയത്. നിലവിൽ 7:30 ആരംഭിക്കുന്ന സ്കൂൾ പെൺകുട്ടികൾക്ക് 7 മണിക്കും ആൺകുട്ടികൾക്ക് 8:30 ആരംഭിക്കുന്നത് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് രക്ഷിതാക്കൾ ചോദിച്ചു. പൊതുപ്രവർത്തകരുമായും വിദഗ്ധരുമായുള്ള ചർച്ചകളിലൂടെ കൂടുതൽ പ്രായോഗികമായ പദ്ധതികൾ ആവിഷ്കരിക്കാവുന്നതാണെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. രക്ഷിതാക്കളുമായുള്ള മുഖാമുഖത്തിൽ നിന്നും ഒളിച്ചോടിയ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സമീപനം അവഹേളനപരമാണെന്നും അഭിപ്രായമുയർന്നു. അതുകൊണ്ട് വളരെ ശക്തമായി ഒരു പേരന്റ് എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം എനിക്ക് 2 മക്കളാണ്, ഒന്ന് ആണും ഒന്ന് പെണ്ണും. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഈ സിസ്റ്റത്തിന്റെ ഒരു ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോണ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഒളിച്ചു കളിച്ച് നടക്കുന്നതിന് ഞാൻ അതിശക്തമായിട്ട് ആ വിഷയത്തിൽ ഞാൻ പ്രതിഷേധിക്കുകയാണ്. നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ നവോദയ പോലുള്ള ഒരു സംഘടന മറ്റൊരു സംഘടനയുടെ കൂട്ടിൽ കുടത്തിയിൽ കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ചർച്ച നടത്തിക്കൂടാ? ഇവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന ഔത്സുക്യം പഠന നിലവാരം ഉയർത്തുന്നതിനോ അധ്യാപന നിലവാരം ഉയർത്തുന്നതിനോ ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ സഹിക്കാൻ പറ്റും. 9 മണിക്ക് MC ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. കേരള കമ്മ്യൂണിറ്റി അറേഞ്ച് ചെയ്യുന്ന എല്ലാ പരിപാടിയിൽ നിന്നും MC അംഗങ്ങൾ പങ്കെടുക്കരുതെന്ന്. പ്ലീസ് അവോയ്ഡ് കേരള കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് എന്നാണ് കക്ഷി ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. രക്ഷിതാക്കൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കാണാതെ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ താല്പര്യത്തിന് കൂട്ടുനിന്ന മാനേജ്മെന്റ് നിലപാട് സംശയാസ്പദമാണെന്ന് ആക്ഷേപമുയർന്നു. MM നെയും അധ്യക്ഷത വഹിച്ച മുഖാമുഖത്തിൽ നവോദയ ജനറൽ സെക്രട്ടറി ജോർജ് വർഗീസ് വിഷയം അവതരിപ്പിച്ചു. ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ തിരുനാവക്കരിശ്, സുനിൽ മുഹമ്മദ്, നജീം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ MA യൂസഫ് അലി പറഞ്ഞു. കൂടുതൽ വൈവിധ്യങ്ങളായ ഭക്ഷ്യമേഖലകളിലേക്ക് ലുലു ഗ്രൂപ്പ് കടക്കുകയാണെന്നും MA യൂസഫ് അലി വ്യക്തമാക്കി. ദുബായിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് പ്രദർശനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് നിന്ന് ഉള്ള എല്ലാ ഭക്ഷ്യ ഉൽപ്പാദകരും കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നവരടക്കം പ്രോസസ്സേഴ്സ്, അതായത് ലേറ്റസ്റ്റ് പുതിയ ടെക്നോളജി അനുസരിച്ച് ഭക്ഷ്യ സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർ, അങ്ങനെ ലോകത്തിലെമ്പാടുമുള്ള കമ്പനികൾ ഇവിടെയുണ്ട്. ഇപ്രാവശ്യം ഏതാണ്ട് 30% കമ്പനികൾ കൂടുതലാണ്. ഏതാണ്ട് 40% കൂടുതൽ വിസിറ്റേഴ്സ് കൂടുതലാണ്. അപ്പോൾ കൊല്ലവും ഈ ദുബായ് ഫുഡ് ഫെസ്റ്റിവലിൽ അല്ലെങ്കിൽ ഈ ഗൾഫ് ഫുഡിൽ എല്ലാ കൊല്ലവും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. പിന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗമാണ്. കമ്പ്യൂട്ടർ അപ്പോൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഫുഡ് സ്റ്റഫ് ഫീൽഡും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പുതിയ ഈ ഡയറ്റ് ഫ്രീ, ഡയബറ്റിക് ഫുഡ്, ഓർഗാനിക് ഫുഡ്, നാച്ചുറൽ ഫുഡ്, അങ്ങനെയുള്ള പുതിയ ടെക്നോളജിയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ടൊക്കെ നല്ല ഭക്ഷണവും നല്ല വ്യായാമവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് കുഞ്ഞു കുട്ടിയും ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറും ഐപാഡിലാണ്. അപ്പോൾ വ്യായാമമില്ല. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നാട്ടിലൊക്കെ ഞങ്ങൾ ഓടിക്കളിച്ചിരുന്നതാണ്, പന്ത് കളിച്ചിരുന്നത്. ഇന്നത്തെ പുതിയ തലമുറ ആ കമ്പ്യൂട്ടറിൽ മുഴുകിയിരിക്കുകയാണ്. അതനുസരിച്ച് ഞങ്ങളുടെ ഈ ഫുഡ് ടെക്നോളജി മാറിയിട്ടില്ലെങ്കിൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ആയതുകൊണ്ടാണ് ഗ്ലൂട്ടൻ ഫ്രീ പോലുള്ള ഡയറ്റ് ഫുഡ്, ഡയബറ്റിക് ഫുഡ്, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ കൂടുതൽ പ്രത്യേകത. ഇവിടെ ഞങ്ങളുടെ ഏതാണ്ട് 1200 പ്രൊഡക്ട്സ് ഇവിടെ ഞങ്ങൾ ഡിസ്പ്ലേ ഉണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പും ബിസിനസ് കൺസൾട്ടൻസി ഗ്രൂപ്പായ അൻഷി ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ദുബായ് ബിസിനസ് ബേയിൽ ആരംഭിച്ചു. UAE എമിഗ്രേഷൻ എക്സലൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫൈസൽ അബ്ദുള്ള മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ഷെഹി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അൻഷി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷിമിൽ മോഹൻദാസ്, അഞ്ജലി ദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും അൻഷി ഗ്രൂപ്പിന്റെ സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് ഷിമിൽ മോഹൻദാസ് പറഞ്ഞു. മറ്റു മേഖലകളിലേക്കും അൻഷി ഗ്രൂപ്പിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 ദിവസത്തെ ഫെസ്റ്റിവൽ ഓഫ് ഈജിപ്റ്റ് എന്ന മേളയ്ക്ക് UAEയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ തുടക്കമായി. ദുബായ് അറേബ്യൻ സെന്റർ ഷോപ്പിംഗ് മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ദുബായിലെ ഈജിപ്റ്റ് കോൺസുൽ ജനറൽ ഷെരീഫ് അൽ ബിദ്വി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് റീജിയണൽ മാനേജർ KP തമ്പാൻ, റീജിയണൽ ഓപ്പറേഷൻ മാനേജർ VC സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ഈജിപ്തിലെ പിരമിഡ് മാതൃകയിൽ നിർമ്മിച്ച കേക്കും ചടങ്ങിൽ മുറിച്ചു. ഷോപ്പിങ്ങിനൊപ്പം കെയ്റോയിലേക്ക് 10 മടക്ക ടിക്കറ്റുകൾ നൽകുന്ന ഭാഗ്യ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനും അവസരം നൽകുമെന്ന് ലുലു അധികൃതർ അറിയിച്ചു. മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സീബൽ സലാമ സ്കൂളിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗം സെക്രട്ടറി PM ജാബിർ ഉദ്ഘാടനം ചെയ്തു. ബദറൽ സമ ഗ്രൂപ്പ് MD VT വിനോദ് മുഖ്യാതിഥിയായിരുന്നു. കേരള വിഭാഗം കൺവീനർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ സുജാ സൂസൻ ജോർജ്, ഡോക്ടർ ആരിഫ് അലി തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിലെ അറാർ പ്രവാസി സംഘം ONV അനുസ്മരണം നടത്തി. അക്ബർ അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൊയ്തുണ്ണി വടക്കാഞ്ചേരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ദമാം നവോദയ സാംസ്കാരിക വിഭാഗം കൺവീനർ നിതീഷ് മുത്തമ്പലം ONV അനുസ്മരണം നടത്തി. അറാർ പ്രവാസി സംഘം മുഖ്യ രക്ഷാധികാരി അംഗങ്ങളായ ബക്കർ കരിമ്പ, അയൂബ് തിരുവല്ല, അനീഷ് വെള്ളലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ പരിശോധിക്കാൻ കൂടുതൽ സാങ്കേതിക മികവുള്ള വീട്രോണിക് ലേസർ നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. റോഡ് സുരക്ഷയുടെ ഭാഗമായ സൗദി ടെക്നോളജി ആൻഡ് സെക്യൂരിറ്റി കോംപ്രിഹെൻസീവ് കൺട്രോൾ കോർപ്പറേഷന്റെ കാർമ്മികത്വത്തിലാണ് യൂറോപ്യൻ നിലവാരത്തിലുള്ള ഈ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. നിലവിലുള്ള സാഹിറിന്റെ പരിഷ്കരിച്ച രൂപമാണിത്.
നിരവധി റോഡ് സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ജർമ്മൻ നിർമ്മിതമായ വിട്രോണിക് ലേസർ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മികച്ച സാങ്കേതിക വിദ്യകളോടെ ട്രാഫിക് നിയമലംഘനങ്ങൾ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാനും കണ്ടെത്താനും കഴിവുള്ള സംവിധാനമാണ് ഇതെന്ന് റോഡ് സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. നിലവിലുള്ള സാഹിറിൽ ഉപയോഗിച്ചിരുന്ന ഒരു ക്യാമറയ്ക്ക് പകരം 2 ക്യാമറകൾ ഉപയോഗിച്ച് ട്രാഫിക് ലംഘനങ്ങൾ നിരീക്ഷിക്കാമെന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത. അമിത വേഗത, 2 വാഹനങ്ങൾക്കിടയിൽ കുറഞ്ഞ ദൂരപരിധിയായ അകലം പാലിക്കാതിരിക്കുക, സുരക്ഷാ ബെൽറ്റ് ധരിക്കാതിരിക്കുക, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക, ട്രക്കുകളും ലോറികളും അടക്കമുള്ള വലിയ വാഹനങ്ങൾ വിലക്കുള്ള സമയങ്ങളിൽ നിരത്തിലിറങ്ങുകയും ട്രാക്ക് മാറി ഓടുകയും ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങളും പിടിക്കപ്പെടും. നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോ മാത്രമല്ല വീഡിയോയും ലഭ്യമാകും. വിട്രോണിക് ലേസർ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ പരിശീലനം നടന്നുവരുന്നുവെന്നും വരും നാളുകളിൽ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ജിദ്ദ. നവോദയ അൽഹസ കുടുംബവേദി സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുടുംബവേദി പ്രസിഡന്റ് വി അയ്യപ്പൻ അധ്യക്ഷനായ ചടങ്ങിൽ അൽഹസ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗം ഡോക്ടർ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. നവോദയ ഏരിയ സെക്രട്ടറി ജോസ് മാനാടൻ, പ്രസിഡന്റ് കൃഷ്ണൻ കൊയിലാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. കക്കട്ടിലിനെ വടകര NRI ഫോറം അനുസ്മരിച്ചു. വടകര NRI ഫോറത്തിന് ഒരു കുടുംബാംഗത്തിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് NRI സംഘാടകർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ അനുശോചനവും നടന്നു. പ്രസിഡന്റ് ബിനീഷ് ഭാസ്കർ, ജനറൽ സെക്രട്ടറി നിഷാദ് കുറ്റ്യാടി, ട്രഷറർ ഫൈസൽ, ഗുണശീലൻ, ജമാൽ വില്യാപ്പള്ളി, റഹ്മാൻ, രാമചന്ദ്രൻ കാർത്തികപ്പള്ളി, അഷ്റഫ് അബ്ബാസ്, ജഗീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വെസ്കോസ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രധാന 16 ക്രിക്കറ്റ് ടീമുകളെ പങ്കെടുപ്പിച്ച് ഫെബ്രുവരി 26 മുതൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ടൂർണമെന്റ് നടത്തിപ്പിനായി 25 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. കനയ്യയുടെ അറസ്റ്റ് സഭയെ ബഹളമയമാക്കും. JNU വിഷയം സഭ ചർച്ച ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വ്യാഴാഴ്ച റെയിൽ ബജറ്റും തിങ്കളാഴ്ച പൊതുബജറ്റും അവതരിപ്പിക്കും. JNU വിഷയത്തിൽ ഇടതുപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും സംയുക്തമായി പ്രതിഷേധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് വ്യാജ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. കൂടാതെ വിഷയത്തിൽ NDAയ്ക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. പുറമേ നിന്നുള്ള പിന്തുണ സമാജ്വാദിയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ലഭിക്കില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. വിഷയം ചർച്ച ചെയ്ത് പ്രതിഷേധം കുറയ്ക്കാനും NDA ശ്രമിക്കുന്നു. എന്നാൽ JNUവിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി ദേശവിരുദ്ധരെ പിന്തുണയ്ക്കുന്നു എന്ന് കാണിച്ച് BJP അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് സൂചനയുണ്ട്. എങ്കിലത് പ്രശ്നങ്ങളെ വീണ്ടും ആളിക്കത്തിക്കും. രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ ഇത്തവണയും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. 25-ാം തീയതി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി സുരേഷ് പ്രഭു കേന്ദ്ര റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. തിങ്കളാഴ്ച മോദി സർക്കാരിന്റെ 2ാമത്തെ പൂർണ്ണ പൊതു ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ഉമർ ഖാലിദ് അടക്കമുള്ള വിദ്യാർത്ഥികൾ പോലീസിൽ കീഴടങ്ങില്ലെന്ന് അറിയിച്ചു. പകരം രേഖാമൂലം അറസ്റ്റ് സ്വീകരിക്കാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. പോലീസിനെ JNUവിന് അകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് VCയും നിലപാട് സ്വീകരിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾ വഴങ്ങിയില്ലെങ്കിൽ മറ്റു വഴികൾ കൈക്കൊള്ളുമെന്ന് പോലീസ് കമ്മീഷണർ BS ബസി വ്യക്തമാക്കി. ഇന്നലെ അർദ്ധരാത്രിയോടെ JNUവിലെത്തിയ ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികളും ക്യാമ്പസിൽ തന്നെ തുടരുകയാണ്. പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ലെന്നും രേഖാമൂലം അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നുമാണ് വിദ്യാർത്ഥികൾ അറിയിച്ചത്. പോലീസിനെ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിക്കരുതെന്നും പുതിയ അധ്യാപകരെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു. വ്യാജ വീഡിയോകളിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ ചാർജുകൾ ഒഴിവാക്കണമെന്ന് അധ്യാപകരും ആവശ്യപ്പെട്ടു. And on the basis of fake videos should not be should not be applied on students like this, and the university should take steps to get the charges dropped. അധ്യാപകരുടെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ പോലീസിനെ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് VC ജഗദീഷ് കുമാർ നിലപാടെടുത്തു. എന്നാൽ മഫ്തി പോലീസുകാർ ക്യാമ്പസിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കീഴടങ്ങാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് പോലീസ് കമ്മീഷണർ BS ബസി വ്യക്തമാക്കി. കടുത്ത പ്രതിഷേധത്തിനിടയിലും വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തേടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദില്ലി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. വ്യാജ തെളിവുകളിൽ നടപടി സ്വീകരിച്ച കേന്ദ്ര സർക്കാരിനും ദില്ലി പോലീസിനുമെതിരെ ഉറച്ച പ്രതിഷേധത്തിലൂടെ മറുപടി നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് JNU വിദ്യാർത്ഥികൾ.
JNU ക്യാമ്പസിനകത്തു നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി പോലീസ് കമ്മീഷണർ ബസി RSS ഏജന്റിനെ പോലെ പെരുമാറുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. വയനാട്ടിൽ ആദിവാസി ക്ഷേമസമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്. It is up to the JNU administration to take the proper course. As far as the cases against the students are concerned, these are concocted cases on the basis of manufactured evidence. And the way the Delhi Police Commissioner has acted as though he is the representative of the RSS and the ABVP. No police commissioner can act in the way that he has done. ഹൈക്കമാൻഡുമായുള്ള KPCC നേതാക്കളുടെ ചർച്ച ദില്ലിയിൽ പൂർത്തിയായി. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മാത്രം സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന് യോഗത്തിൽ ധാരണ. VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സംയുക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്ത് ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ച ആരംഭിക്കാനും ഹൈക്കമാൻഡ് അനുമതി നൽകി. UDF മന്ത്രിസഭയെ നയിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാകരുതെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. സോളാർ കേസിലും ബാർ കേസിലും കുടുങ്ങിയതാണ് ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയായത്. അതിനാൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സംയുക്തമായിരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. KPCCയിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റും ഒരുമിച്ചിരുന്ന് ജില്ലകളിലേക്ക് ചുമതലപ്പെടുത്തുന്ന ഈ 3 നേതാക്കളുടെ റിപ്പോർട്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് സമർപ്പിക്കും. സോണിയാഗാന്ധിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ AK ആന്റണി, കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുകുൾ വാസ്നിക്, രാഹുൽ ഗാന്ധി തുടങ്ങിയവരും പങ്കെടുത്തു. 1.5 മണിക്കൂറോളം യോഗം നീണ്ടു. വിജയസാധ്യതയും ജനസമ്മതിയുമുള്ളവരെ മാത്രം സ്ഥാനാർത്ഥികളാക്കുമെന്ന് VM സുധീരൻ പറഞ്ഞു. ജില്ലാതലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമിതികളുണ്ടാകും. പിന്നീട് ഹൈക്കമാൻഡ് അന്തിമ രൂപം നൽകും. VM സുധീരൻ മത്സരിക്കുന്ന കാര്യത്തിൽ യോഗത്തിൽ ധാരണയിലെത്തിയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. P. ജയരാജനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഉത്തരവിട്ടു. സായുധ സേനയ്ക്കാണ് ഉത്തരവ് നൽകിയത്. P. ജയരാജനെ എപ്പോൾ മാറ്റണമെന്ന കാര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് തീരുമാനമെടുക്കും. ഏത് വാഹനത്തിൽ എങ്ങനെ കൊണ്ടുപോകണമെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിക്കും. മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശം വൈകിപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് CPIM ആരോപിച്ചു. ശ്രീചിത്ര, എയിംസ്, ജയദേവൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളുണ്ടെന്ന നിർദ്ദേശം ജയിൽ സൂപ്രണ്ട് അവഗണിച്ചതായും CPIM ആരോപിച്ചു. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായി തലസ്ഥാന നഗരം ഒരുങ്ങി. പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നഗരത്തിന്റെ വീഥികൾക്ക് ഇരുവശവും പൊങ്കാല അടുപ്പുകളാൽ നിറഞ്ഞു. പൊങ്കാലയെ ഹരിതമാക്കാനുള്ള അവസാനഘട്ട മിനുക്കുപണികളിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും. ആത്മസമർപ്പണത്തിന്റെ വിശുദ്ധിയിൽ മുങ്ങി ലക്ഷക്കണക്കിന് സ്ത്രീഭക്തരാണ് അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനായി തലസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്തിന്റെ എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് എന്നതാണ് വസ്തുത. നാളെ രാവിലെ 10 മണിക്ക് ക്ഷേത്രതന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും പകരുന്ന അഗ്നി ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിൽ പകരുന്നതോടെ നഗരത്തെ യാഗശാലയാക്കി മാറ്റി പൊങ്കാല ആരംഭിക്കും. ഉച്ചയ്ക്ക് 1:30 പൊങ്കാല നിവേദ്യം. ഇതിനായി 250-ൽ പരം ശാന്തിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ തലസ്ഥാന നഗരത്തിന്റെ വീഥികൾക്കിരുവശവും പൊങ്കാലയടുപ്പുകളാൽ നിറഞ്ഞുകഴിഞ്ഞു. പൊങ്കാലയെ പ്ലാസ്റ്റിക് മുക്തമാക്കി ഹരിതമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും. ഇതിനായി നഗരസഭ നേരിട്ട് സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും ശേഖരിച്ച് സംഘടനകൾക്ക് കൈമാറി. പൊങ്കാല കഴിഞ്ഞുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി 2000-ഓളം തൊഴിലാളികളെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് മേയർ VK പ്രശാന്ത് പറഞ്ഞു. നിരവധി സ്ക്വാഡുകളായി തിരിച്ച് പൊങ്കാല കഴിഞ്ഞ് 3-4 മണിക്കൂറുകൾക്കകം തന്നെ നഗരം മുഴുവൻ വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് മുമ്പായി തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്പ്രേയിങ്ങും ഫോഗിംഗ് അടക്കമുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. മുൻ വർഷം ഏതാണ്ട് നമ്മൾ 32 സ്ഥലങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷമായിട്ടും നമ്മൾ 90 സ്ഥലങ്ങളിൽ നമ്മൾ സേനയെ വിന്യസിച്ചു കഴിഞ്ഞു. ഭക്തരുടെ സുരക്ഷയ്ക്കായി ഷാഡോ അംഗങ്ങൾ ഉൾപ്പെടെ 4000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുള്ള ഷാഡോ പോലീസും എത്തുന്നുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ നാളെ രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണവും പോലീസ് ഏർപ്പെടുത്തി. റെയിൽവേയും KSRTCയും ഭക്തർക്കായി പ്രത്യേക സർവീസും നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സരിതയുടെ ഫോൺ രേഖകൾ ഡിലീറ്റ് ചെയ്തതായി IG TJ ജോസ് സോളാർ കമ്മീഷൻ അറിയിച്ചു. കേസിന് പ്രയോജനപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിയാണ് ഡിലീറ്റ് ചെയ്തതെന്നും ഇത് വിദഗ്ധർക്ക് തിരികെ എടുക്കാൻ
കഴിയുമെന്നും TJ ജോസ് കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഇന്ന് ഹാജരാകില്ല. അസുഖമായതിനാൽ വിസ്താരം 2 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സരിത കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും മറ്റന്നാൾ സരിത നിർബന്ധമായും പങ്കെടുക്കണമെന്ന് കമ്മീഷൻ അറിയിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് 36.5 കോടി രൂപയുടെ അഴിമതി നടത്തിയതായി ആരോപിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് വി ശിവൻകുട്ടി MLA പരാതി നൽകി. സംഭവത്തിൽ ഉടൻ അന്വേഷണം വേണമെന്നും പരാതിയിൽ വി ശിവൻകുട്ടി MLA ആവശ്യപ്പെട്ടു. ഇ ടെൻഡർ, പർച്ചേസ് മാനുവൽ എന്നിവ കാറ്റിൽ പറത്തി കൃത്രിമ സ്റ്റോക്ക് ഔട്ട് രജിസ്റ്റർ കാണിച്ച് വറ്റൽമുളക് വാങ്ങിയതിൽ 2 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. കരാറുകാരന് 7 ദിവസത്തിനകം തുകയുടെ 75% നൽകാൻ മന്ത്രി പ്രത്യേക താൽപര്യമെടുത്തു. സപ്ലൈകോയ്ക്ക് വേണ്ടി തൂരപ്പരിപ്പ് വാങ്ങിയതിൽ 2.5 കോടി രൂപയുടെ കമ്മീഷൻ മന്ത്രി കൈപ്പറ്റി. അരിയും പലവ്യഞ്ജനങ്ങളും വാങ്ങുന്നതിന് ലോഡ് ഒന്നിന് 30,000 രൂപ വീതം മന്ത്രി കമ്മീഷൻ കൈപ്പറ്റുകയാണെന്നും ശിവൻകുട്ടി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ സപ്ലൈകോയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതിന് മന്ത്രി സമ്മർദ്ദം ചെലുത്തുകയാണ്. റേഷൻ കടകളെ കമ്പ്യൂട്ടർ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കായി കോടികൾ ചിലവാക്കിയെങ്കിലും പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സെർവർ വാങ്ങുന്നതിനായി AMC ഇല്ലാതെ 4 കോടി രൂപ ചിലവാക്കി. ഇവയടക്കം വൻ അഴിമതികൾ നടത്തുന്നതിന് വിരമിച്ച ചില ഉദ്യോഗസ്ഥരെ വകുപ്പിൽ നിയമിച്ചിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. ഞാനിപ്പോൾ 36.5 കോടി രൂപയുടെ അഴിമതി ആരോപണം മന്ത്രി അനൂപ് ജേക്കബിനെതിരെ രേഖകളടക്കം വച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കുകയും അത് വിശദമായി ഏതാണ്ട് 10-20 മിനിറ്റോളം വിജിലൻസ് ഡയറക്ടറുമായി ചർച്ച ചെയ്യുകയുണ്ടായി. മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന 36.5 കോടി രൂപയുടെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വി ശിവൻകുട്ടി MLA വിജിലൻസ് ആസ്ഥാനത്തെത്തി N ശങ്കർ റെഡ്ഡിക്ക് പരാതി കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാറുടമ ബിജു രമേശിൽ നിന്ന് മന്ത്രി K ബാബു കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വിജിലൻസ് സമർപ്പിച്ച ത്വരിതാന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതി ഏപ്രിൽ 23-ന് പരിഗണിക്കും. മന്ത്രി പണം വാങ്ങിയെന്ന പൊതുപ്രവർത്തകൻ ജോർജ് വട്ടക്കുളത്തിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന റിപ്പോർട്ടാണ് വിജിലൻസ് ഫെബ്രുവരി 8-ന് കോടതിയിൽ സമർപ്പിച്ചത്. മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള വിജിലൻസ് കോടതി ഉത്തരവിൽ ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ത്വരിതാന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുന്നത് ഏപ്രിലിലേക്ക് മാറ്റിയത്. സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ടത്തിന്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തത് പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പോഴും തുടരുകയാണ്. 1ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച കമ്പനികളുടെ പ്രവർത്തനം എന്ന് തുടങ്ങുമെന്ന് അധികൃതർക്ക് അറിയില്ല. കുറ്റകൃത്യവും അഴിമതിയും സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്ന് CBI ഡയറക്ടർ അനിൽ സിൻഹ. പൊതുരംഗത്ത് അഴിമതി വർദ്ധിക്കാതെ ഇരിക്കാൻ CBI നിതാന്ത ജാഗ്രതയിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CBIയുടെ തിരുവനന്തപുരം ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറളം ഫാമിൽ 210 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ ആദിവാസികൾ അടക്കമുള്ള തൊഴിലാളികളെ നിയമിക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ഫാമിൽ ഫാം വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹമടക്കം ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാൻ തൊഴിലാളികൾ തീരുമാനിച്ചു.